മലയാള സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റുകളെ ബാധിക്കുന്ന വലിയൊരു വിഷയമാണ് സാമ്പത്തികം. നിങ്ങൾ പ്രൊഡക്ഷൻ കമ്പനി ഒരു ആർട്ടിസ്റ്റിനെ വിളിക്കുമ്പം അയാൾ കൊടുക്കുന്ന പ്രൈസ്, നിങ്ങൾ കൊടുക്കുന്ന പൈസ പ്രൊഡക്ഷൻ കമ്പനി, ഇപ്പോൾ ഏത് സിനിമയിലെ പ്രൊഡക്ഷൻ വെച്ചാൽ അവർ കൊടുക്കുന്ന പൈസ മാക്സിമം ഒരു 2000 രൂപ 1500 രൂപ കൊടുക്കുന്നത്. പക്ഷേ ഒരു ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അത് 400 രൂപ, മാക്സിമം 600 രൂപ. ഇതൊക്കെ എനിക്കൊക്കെ അത് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അതിൽ കൂടുതലൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. 600 രൂപേൻ്റെയൊക്കെ വലിയ അവരുടെ വലിയ ടോപ്പ് എമൗണ്ടാണ്. അത് നമ്മൾ രാവിലെ 6 മണിക്ക് പോയിട്ട് നിന്നിട്ട് ചിലപ്പോൾ 5 മണിക്ക് അല്ല ഒരു 8 മണിക്ക് പോയി നിൽക്കും, എന്നിട്ട് വൈകിട്ടൊക്കെ ചിലപ്പോൾ ആ ഷൂട്ട് കഴിയും. അപ്പോൾ ഈ എമൗണ്ട് കിട്ടുക 600 രൂപ. അപ്പോൾ ഇതിലൊരു മാറ്റം വരുത്തണം. പിന്നെ ഇത് പ്രൊഡക്ഷൻ കമ്പനികളെന്ന് അറിയുന്നുണ്ടോ അറിയില്ല, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യാണോന്നും അറിയില്ല. ഇതിൻ്റെ കോർഡിനേറ്റർമാരാണ് ഈ ബാക്കി പൈസ കമ്മീഷൻ. അതായത് 2000 രൂപ വാങ്ങിക്കുന്നിടത്ത് ഒരു 600 രൂപ ഒരു ആർട്ടിസ്റ്റിന് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും? 1400 രൂപ ഉണ്ടാവും. ഇത് ഇവരെ പോക്കറ്റിലേക്ക് പോകും. നമ്മളവിടെ രാവിലെ 6 മണിക്ക് വന്നിട്ട് ചിലപ്പോൾ വൈകിട്ടൊക്കെ പോകും. അത്രയും ബുദ്ധിമുട്ട്. ബാക്കി ഫുഡ്, അതുപോലെ തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത്, ഇതിനൊന്നും ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ ഈ സൗകര്യമുണ്ട്. അപ്പോൾ ഉള്ള സൗകര്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതിപ്പോൾ അടുത്ത വീടുകളിൽ ചേർന്ന് ചെയ്യും, അതല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് അത് ചെയ്യും. അപ്പോൾ ഈ ഭക്ഷണം കഴിക്കുന്നതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ ഈ ഒരു എമൗണ്ട്, അതായത് ഇത്ര എമൗണ്ട് നിങ്ങൾ കൊടുക്കുന്നുണ്ട് പ്രൊഡക്ഷൻ കമ്പനി. അപ്പോൾ ആ എമൗണ്ടിൻ്റെ ഒരു എന്താ പറയുക, ഒരു 1200 1500 രൂപയെങ്കിലും ഈ ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ കിട്ടും. ബാക്കി നിങ്ങൾ കമ്മീഷൻ എടുക്കുള്ളൂ, ഫോട്ടോ നിൽക്കുക. ഇത് അതുപോലും തരുന്നില്ല, വെറും 600 രൂപ മാക്സിമം ഒരു ആർട്ടിസ്റ്റിന് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിലൊരു പരിഹാരം ഉണ്ടാവണം, ഇതിലൊരു തീരുമാനം ഉണ്ടാവണം. ഇത്ര എമൗണ്ട് മാക്സിമം ഒരു 1400 1200 ഈ ഒരു റേഞ്ചിൽ ഒരു ആർട്ടിസ്റ്റിന് സാലറി കിട്ടണം, നിർബന്ധമാണ്. അപ്പോൾ അത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പം ഈ ഒരു വിഷയം മലയാള സിനിമയിലെ പുതിയ സംഘടനയ്ക്ക് വരുന്നവരുടെ ശ്രദ്ധയിൽ ഈ ഒരു വിഷയം എത്തണം. ഇനി എത്തുന്ന എനിക്ക് തോന്നുന്നത്, കാരണം നമുക്ക് പൃഥ്വിരാജിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിരുന്നു. അപ്പോൾ അതിലൊക്കെ അദ്ദേഹം സംസാരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഇനിയുള്ള കമ്മിറ്റിയിൽ ഒരു ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഒന്ന് ഒരുമിച്ച് നിൽക്കാൻ ശ്രമിക്കണം, ഒരു സംഘടന പോലെ ആക്കിയെടുക്കണം. അതിനു വേണ്ടി ശ്രമിക്കണം. അതാണ് ഈ വീഡിയോയിൽ പറയുന്നത്.